everyone, welcome back to my channel. ഇന്ന് നമുക്കൊരു സിമ്പിൾ വെജ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നോക്കാം. സോ ബേസിക്കലി ഇതൊരു ബോംബെ ടോസ്റ്റ് സാൻഡ്വിച്ച് ആണ്. സോ ലാസ്റ്റ് ടൈം ഞാൻ 2 ഡച്ച് ലഞ്ച് ബോക്സ് റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും നമുക്ക് ഡച്ച് ലഞ്ച് ബോക്സിൽ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റും. കുറച്ച് സ്പൈസി ആയിരിക്കും, ഒത്തിരിയല്ല, പക്ഷേ പിള്ളേർക്ക് കുറച്ച് സ്പൈസി തോന്നും. അപ്പം നമുക്ക് നോക്കിയാലോ. നമുക്ക് ഇതിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ പ്രീ പ്രെപ്പ് ചെയ്യാൻ പറ്റും. അപ്പം പ്രീ പ്രെപ്പ് ചെയ്ത് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് മോർണിംഗ് ഇത് അസംബിൾ ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്തെടുത്ത കാര്യം റെഡി. അപ്പം പ്രീ പ്രെപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പൊട്ടറ്റോ ബോയിൽ ചെയ്ത് വെക്കുക, കുക്കുംബേഴ്സും ബീറ്റ്റൂട്ടും അതൊക്കെ കട്ട് ചെയ്ത് വെക്കുക, അനിയൻസും. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും വേണമെന്ന് ആവശ്യമില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇല്ലെങ്കിലും ഉള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഒരു കൊറിയാൻഡർ ചട്നി യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചട്നി വേണമെങ്കിലും നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഞാനിപ്പം സ്റ്റോർ ബോട്ട് ചട്നിയാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കുറച്ച് ഐറ്റംസ് ഞാൻ ഓൾറെഡി ഇവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബീറ്റ്റൂട്ട്, ഒരു അനിയൻ, ഒരു ടൊമാറ്റോ, ഒരു ബോയിൽഡ് പൊട്ടാറ്റോ, കുറച്ച് ക്യൂക്കമ്പേഴ്സ് ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ബേബി ക്യൂക്കമ്പേഴ്സാണ്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 സ്ലൈസസ് ഓഫ് ബ്രെഡ് എടുക്കണം. പിന്നെ ഒരെണ്ണത്തിൽ നമ്മൾ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിൽ കൊറിയാൻഡർ ചട്നി നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം, അത് വേണമെങ്കിൽ. പക്ഷേ ഞാനിവിടെ മേടിച്ചേക്കുന്ന ഇങ്ങനത്തെ ഒരു ഇന്ത്യൻ സ്റ്റോറിന് മേടിച്ച ഒരു കൊറിയാൻഡർ ചട്നിയാണ്, അതാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ മേലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത വെജീസ് കുറച്ചായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇത് വേറെ പീസ് കൊണ്ട് കവർ ചെയ്തിട്ട് നമ്മളിത് സാൻഡ്വിച്ച് ടോസ്റ്ററിൽ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ടോസ്റ്റർ. അത് ചൂടാകാൻ ഓണാക്കി വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ സാൻഡ്വിച്ചിനകത്ത് വെച്ച് കൊടുക്കണം. ഈ സാൻഡ്വിച്ച് മേക്കർ മേടിച്ചിട്ട് കുറച്ച് നാളായി, പക്ഷേ എനിക്ക് അത്രയും ഇഷ്ടമില്ലാത്തൊരു സാൻഡ്വിച്ച് മേക്കറാണിത്. ഇതിൽ നമ്മുടെ ഇവിടെ ഡച്ച് ബ്രെഡ് കുറച്ച് വലിപ്പം കൂടിയതായിരിക്കും, അത് ഇതിനകത്ത് കയറ്റാൻ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ 2 സൈഡും യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ സാൻഡ്വിച്ച് ടോസ്റ്റ് ചെയ്യുന്നത്. സംഭവം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി തുറന്നിട്ട് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. നമ്മുടെ സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം. സാൻഡ്വിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് അടയ്ക്കണം കെയർഫുള്ളായിട്ട്. ഇതിൻ്റെ ലൈറ്റ് പോയിട്ടുണ്ട്. ഇനി പിന്നെയും ലൈറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഓപ്പൺ ചെയ്ത് സാൻഡ്വിച്ച് റെഡിയാകും. ടോസ്റ്റ് സാൻഡ്വിച്ച് എന്നാണ് പറയുന്നത്. സോ ടോസ്റ്റ് റെഡിയാകും. അപ്പം ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് തുറക്കുവാണ്. നമ്മുടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇടാൻ മറന്നുപോയി. നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് ഉപ്പും കുറച്ച് സോൾട്ട്, പിന്നെ കുറച്ച് ചാട്ട് മസാല ഉണ്ട്. ചാട്ട് മസാലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം അതിൻ്റെ മേലെ കൂടെ. അപ്പോഴേ ഒരു നല്ല ഫ്ലേവർ വരത്തുള്ളൂ. ഇത് തിരിച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ലൈറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ കുറച്ച് നേരം ഇനി വെച്ച് കൊടുക്കാം, എന്നിട്ട് പിന്നെ എടുക്കാം. ശരിക്കും ടോസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പോൾ റെഡി ആയെന്ന് തോന്നുന്നു. നല്ല പുകയൊക്കെ വരുന്നുണ്ട്, ആ ടൊമാറ്റോൻ്റെ വാട്ടറൊക്കെ ഇറങ്ങിയത് കൊണ്ട്. ടോസ്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് പക്ഷേ കുറച്ചുകൂടെ ടോസ്റ്റഡ് ആയിട്ടാണ് ഇഷ്ടം. അപ്പോൾ കുറച്ച് നേരം കൂടെ വെച്ചിട്ട് നമുക്കെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിതെടുത്ത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.
ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് സോസും ഇട്ട് അങ്ങനെയും ചെയ്യാം. നമുക്ക് കുറച്ച് ഗ്രേറ്റഡ് ചീസും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊരു യമ്മി സാൻഡ്വിച്ച് ആകും. ചീസ് ഇല്ലാതെയും വേണമെങ്കിൽ തിന്നാം. ജസ്റ്റ് ചീസും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ചീസ് ഉള്ളതാണ് കൂടുതലിഷ്ടം. നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡിയാണ്. കുറച്ച് കാര്യങ്ങൾ പ്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി കാണാം നെക്സ്റ്റ് വ്ലോഗിൽ. ടിൽ ദെൻ ബൈ.